ഹായ്, SJ ട്രെയിൻ ഓഫ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ എല്ലാവരും ചെയ്ത് നോക്കിയോ? ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഒന്ന് പറഞ്ഞ പോലെ നമുക്ക് വീണ്ടും ഇന്ന് ഒരു 5 സ്റ്റിച്ച് കൂടെ പഠിക്കാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നിപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഒരു സ്റ്റിച്ച് നമ്മൾ തുടങ്ങിയിരുന്നു. അതിൻ്റെ തന്നെ വേറൊരു സ്റ്റിച്ചാണെന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഹെമ്മിങ് അല്ലായിരുന്നോ? ഇതല്ലേ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തത്. ഇതിൻ്റെ തന്നെ ലോക്ക്ഡാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഇതിനും വന്നിട്ട് നമ്മൾ മറുവശത്താണ്, മോശം വശത്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ശരിയായിട്ടുള്ള വശത്തല്ല, അതിൻ്റെ തുണിയുടെ അകവശം. ഇതാ മറ്റേ ആ സ്റ്റിച്ച് ചെയ്തതുപോലെ തന്നെ നമ്മളിതിനെ ഇപ്പോൾ മടക്കി. അപ്പോൾ അത് മടക്കിയെടുത്തിരിക്കുക. കഴിഞ്ഞ ക്ലാസ്സിലെ പോലെ തന്നെ അത് മടക്കിയെടുത്ത് 2 സ്ട്രാൻഡാണ് ഞാനിപ്പോൾ 2 സ്ട്രാൻഡ്സാണ് ഇപ്പോഴും എടുത്തിരിക്കുന്നത്. നമ്മുടെ ചൂണ്ടുവിരലും തള്ളവിരലും കൊണ്ട് നമ്മളിത് ഇങ്ങനെ ചേർത്ത് പിടിച്ചു. ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ നോട്ടിടുന്നത് കാണിച്ചിരുന്നു. ഇതിപ്പോൾ നോട്ടില്ലാതെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇങ്ങനെ കുത്തിയെടുക്കുക. എടുത്തു പതുക്കെ ഇതിങ്ങനെ കൊണ്ടുവരിക. ഇതൊന്ന് കട്ട് ചെയ്തോട്ടെ, നോട്ടില്ലാതല്ല ഞാൻ കാണിക്കുന്നത്. അപ്പം ഇതിനെ പതുക്കെ ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുത്തു. ഇത് അകത്തേക്ക് പോയി ഹൈഡ് ചെയ്തു. അത് ഹിഡനാണേ. ഇതുണ്ടോ? ഇത് വെച്ചിട്ട് നമ്മളിങ്ങനെ വീണ്ടും അതിനെ ഒന്ന് കുത്തിയെടുക്കുക. ഇതിനെ ഒന്ന് ചുറ്റണം. ഇതാണ് നമ്മുടെ നോട്ട്. ഉണ്ടോ? വലിച്ചാലും വരത്തില്ല. നമ്മൾ ശരിക്കുള്ള ഫെയറിൽ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ തന്നെ ചെയ്യണം. കെട്ട് വരുമ്പോഴത്തേക്ക് അവിടെ ഇവിടെയൊക്കെ ഞാന്ന് കിടക്കും. പിന്നെ മറ്റേ ഇതിൽ ചെയ്ത പോലെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യാം. ഇങ്ങനെ എത്ര ഡിസ്റ്റൻസ് ആണോ വേണ്ടത് അതിനനുസരിച്ച് ബിഗിനേഴ്സിന് വേണമെങ്കിൽ അങ്ങനെ മാർക്ക് ചെയ്തിട്ട് ചെയ്യാം. നേരത്തേന് നമ്മൾ ഇങ്ങനെയായിരുന്നു നൂലിട്ടിരുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ നൂല് പോകും. ഓരോ സ്റ്റിച്ചിന് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഒറ്റ സ്റ്റിച്ചാണ് വരുന്നത്. ഇതിനെ ഇങ്ങനെ നമ്മളൊന്ന് വലിച്ചു കൊടുക്കണം. വീണ്ടും ഇതെടുത്ത് ഇങ്ങോട്ടിടുക. രണ്ടാമത് നമ്മൾ ഒരുമിച്ചെടുക്കുന്നില്ല, ഓരോ സ്റ്റിച്ചും എടുക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കണേ. ആ സ്റ്റിച്ച് കംപ്ലീറ്റ് കഴിഞ്ഞു. ഇതിൻ്റെ മറുവശം നോക്കി. ഇതും തന്നെ സാരിയുടെ അറമ്പ് തയ്ക്കാനും സാരി ഫോൾ തയ്ക്കാനും ഒക്കെ എടുക്കുന്നത്. ഇനി നമുക്ക് അടുത്ത സ്റ്റിച്ചിലേക്ക് കിടക്കാം. ഇതിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് സ്ട്രെയിറ്റ് സ്റ്റിച്ചാണേ. ഇതിപ്പം നീളം കൂടുതലായിരിക്കും ഈ സ്റ്റിച്ചിന്. ഇതും ഞാൻ പറഞ്ഞ നേരത്തെ ഇതിപ്പം മറുവശത്തായിരുന്നു, ഇത് നല്ല വശത്ത്. അപ്പം അതിൻ്റെ കെട്ട് മറുവശത്ത് വരണം. നോട്ടിടാതെ തന്നെ തയ്ക്കുന്നതാണ്. അറ്റം കുറച്ച് കഴിയും. അത് കഴിയുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കളയും. 3 സ്ട്രാൻഡ്സാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് തുണി ഇത്തിരി വലിച്ചു പിടിച്ചുകൊണ്ടാണ് ചെയ്യേണ്ടത്. ഇത് ഓരോന്നെടുക്കുന്ന ഇങ്ങനെ വരും. ഇനി അത് അടുപ്പിച്ച് ഞാൻ എടുക്കുക, എളുപ്പത്തിൽ തീർക്കാൻ വേണ്ടി. അങ്ങനെയാണിത്. ഒരേ അകലം, താഴെ ഒരേ അകലം, മുകളിലും ഒരേ അകലം, സൂചി കുത്തിയെടുക്കുന്നത് കാണാമല്ലോ. നൂലിൻ്റെ ഇതെടുക്കുന്നത്, സൂചി കുത്തിയെടുക്കുന്നത് ഒരേ അകലമാണ്. താഴെയും മുകളിലും ഒരേ അളവ് വരണം. ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് കണ്ടല്ലോ. പിന്നെ അടുത്ത സ്റ്റിച്ചിലേക്ക് പോകാമേ. അപ്പോൾ ഇതിന് ഞാൻ 3 സ്ട്രാൻഡ്സാണ് എടുത്തിരിക്കുന്നത്. എന്നാൽ ഇതിൻ്റെ തീരെ കനം കുറഞ്ഞ ത്രെഡാണിത്. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഇവിടെ തന്നെ ഒന്നുകൂടെ ഒന്ന് കുത്തിയെടുക്കുമ്പോൾ നോട്ടായി. നന്നായിട്ട് നമ്മൾ വലിച്ചു പിടിക്കുന്നു. ഇതിൻ്റെ തീരെ ചെറിയ ഒരിത്. മുകളിലത്തെ സ്റ്റിച്ച് എന്ന് പറയുന്നത് നൂല് കാണുന്നത് ചെറിയ ഇതായിരിക്കും ഇതിൻ്റെത്. താഴത്തെ സൂചിയുടെ വലിപ്പം താഴോട്ട് പോകുന്നത് കുറച്ച് വീതിയിൽ. ഇത് കാന്താ വർക്ക് ആയിട്ടെടുക്കാം. ഇതിന് കാന്താ വർക്ക് എന്നാണ് പറയുന്നതിനെ. താഴത്തെയാണ് വീതി. മനസ്സിലാവുന്നുണ്ടല്ലോ കുത്തിയെടുക്കുന്നത്? ഞാനിത് കംപ്ലീറ്റ് ചെയ്യട്ടെ. കഴിഞ്ഞു. നമ്മുടെ
സ്റ്റിച്ചും കഴിഞ്ഞു. ഇന്നത്തെ 3ാമത്തെ സ്റ്റിച്ചായിരുന്നു. ഞാൻ അപ്പോൾ അടുത്ത ഇതിലേക്ക് അതും ഇതെല്ലാം ഒരേ ഫാമിലിയാണ്. റണ്ണിങ് സ്റ്റിച്ചും കാന്തായും ഹിഡൻ സ്റ്റിച്ചും ഒക്കെ. ഇനിയിപ്പോൾ ഇതിൻ്റെ തന്നെ ചെറുതൊരെണ്ണം ഞാൻ കാണിക്കാൻ പോകുന്നത്. എന്നുവെച്ചാൽ ഫാമിലി എന്ന് പറഞ്ഞാൽ ശരിക്കും സിബ്ലിങ്സ് ആണിതേ. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം. കുറച്ച് കഴിഞ്ഞിട്ട് മെറ്റീരിയൽ ഇതെന്തിൻ്റെ ഉപയോഗത്തിനാണെന്ന് ഡിസൈൻ ചെയ്തും കാണിച്ചു തരാം. അപ്പം മനസ്സിലാവും. ഓക്കെ, കൊച്ചതായിട്ട് എടുക്കുന്നതേ, തീരെ പൊടിയായിട്ട്. നേരെ ഇതിങ്ങനെ പിടിച്ച് ഒട്ടും നമുക്ക് പുറത്ത് കാണത്തില്ല. നൂല് ബാക്കിലാണ് ഇതിൻ്റെ സ്റ്റിച്ചിൻ്റെ നൂല് വരുന്നത്. താഴെ തീരെ ചെറുതായിട്ടെടുത്താൽ മതി. ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവേ. കണ്ടോ, നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാം. ഇങ്ങനെ ആ സ്റ്റിച്ചും കഴിഞ്ഞു. നമുക്ക് അടുത്ത സ്റ്റിച്ച് തുടങ്ങാമേ. ഞാനിതിൻ്റെ 3 സ്ട്രാൻഡ്സാണ് എടുത്തിരിക്കുന്നത്. പല കളർ എടുക്കുന്നത് എളുപ്പം കാണാനാണ്. ഇത് പ്രത്യേകം പറയുന്നില്ല, കെട്ടിടുക. ഇതിനെന്ന് പറയുമ്പോൾ നമ്മൾ തുല്യമായിട്ടാണ് എടുക്കുന്നത്. മുകളിലും താഴെയും ഒരുപോലെ വരും, ഒരേ അളവ്. ഉണ്ടല്ലോ, രണ്ടളവും ഏകദേശം ഒരുപോലെയാണ്. ഇത് നമുക്കിങ്ങനെ കൊണ്ടുപോയിട്ട് അത് കുറച്ച് കൂടുതൽ നമുക്കെടുത്ത് കുത്തി അങ്ങ് പോവാം. ഞാനിത് കംപ്ലീറ്റ് ആക്കട്ടെ. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇതാ നമ്മുടെ ഇന്നത്തെ 5 സ്റ്റിച്ചും കഴിഞ്ഞു. ഇത് മുഴുവനായിട്ട് ഞാൻ കാണിച്ചു വരുമ്പോഴത്തേക്ക് നമ്മുടെ വീഡിയോയുടെ നീളം കൂടിപ്പോകുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. കണ്ടോ, ഇപ്പോൾ ഇതിൻ്റെ മറുവശം എന്ന് പറഞ്ഞാൽ ഇതാണ്. കണ്ടോ, ഇത് അപ്പോൾ ഇത് ശരിയായിട്ടുള്ള വശം. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആർക്കെങ്കിലും ഒക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഇതിൻ്റെ കുറച്ച് ഡിസൈൻസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കൂടെ കാണിച്ചു തരാം. ഓക്കെ, ബൈ, സീ യു.